കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എപ്പോഴും പറയാറുള്ളതിന് കുറച്ച് മാറ്റിയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് പോലെയാണ് ഈ പ്രാവശ്യവും പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കാനഡയിൽ ഇമിഗ്രേഷൻ റേറ്റ് ഇങ്ങനെ കൂടി വരികയാണ്. ഇപ്പോൾ ഈ അടുത്തിടെ വായിച്ചൊരു ന്യൂസും ഒരു യൂട്യൂബിൽ കണ്ടൊരു വീഡിയോയുമാണ് ഒത്തിരി ആളുകൾ ഇപ്പം സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നതിന് ശേഷം അത് PR ആവാൻ താമസിക്കുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഫേക്ക് ഡോക്യുമെൻറ്റ്സും ഫേക്ക് വർക്ക് പ്രൊഫൈൽ കാര്യങ്ങളും ഒക്കെ കാണിച്ച് ഇവിടെ നിൽക്കാൻ വേണ്ടി PR പേപ്പേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യും. അതൊരു സ്കാം പോലെ വരികയും അതുകൊണ്ട് തന്നെ CIC ഇപ്പോൾ അതിനൊരു എൻക്വയറി നടത്താൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെയൊക്കെ ഒത്തിരി ന്യൂസ് ഞങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പം അത്രമാത്രം ഡിഫിക്കൾട്ടാണ് ഇപ്പം സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് PR കിട്ടാൻ എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷേ ഫേക്ക് ഡോക്യുമെൻറ്റ്സും ഫേക്ക് കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന് ഒരു കാലത്തും നിലനിൽപ്പുണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ളൊരു രീതിയിൽ പോകുന്ന ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ആ ഒരു പ്രോസസ്സും ഒക്കെ വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ അവരെപ്പോൾ വേണമെങ്കിലും ഒരു സംശയം തോന്നിയാൽ എൻക്വയറി ചെയ്യാം. നിങ്ങളുടെ വർക്ക് ഡീറ്റെയിൽസ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ, വെറും ഒരു സാലറി സ്ലിപ്പ് കാണിച്ചുകൊണ്ട് മാത്രമായില്ല. ഒരുപക്ഷെ അവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രൂഫായിട്ട് ഓഫർ ലെറ്റർ സഹിതം ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ അവർ ചോദിച്ചെന്നിരിക്കും. അപ്പോൾ അതെല്ലാം നേരായ മാർഗ്ഗത്തിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക, PR ആകുക, സെറ്റിൽ ചെയ്യുക. ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാനഡയിൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇപ്പോൾ ഒരു 6.7% റേറ്റിലാണ് നിൽക്കുന്നത്. ഒത്തിരി താഴെ നിന്ന് വീണ്ടും കൂടി വരുന്നു. പിന്നെ ഹൗസിങ്, അതിൻ്റെ ഷോർട്ടേജിനെ കുറിച്ച് പറയേ വേണ്ട. എല്ലായിടവും വീടുകൾക്ക് ഭയങ്കര ക്ഷാമമാണ്. പ്രത്യേകിച്ച് കോളേജുകളും യൂണിവേഴ്സിറ്റിയും കൂടുതലായിട്ടുള്ള പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, മിസിസാഗയും ബ്രാംപ്ടണും അങ്ങനെയുള്ള ഏരിയാസ്. അപ്പം അതിൻ്റെയൊക്കെ ഇടയിലും നമ്മൾ ഇമിഗ്രേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. നല്ലൊരു കൺട്രിയാണ് കാനഡ. വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായും കൺസിഡർ ചെയ്യണം. പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്നും നോക്കിയിട്ട് മാത്രമേ ഇങ്ങോട്ട് ട്രൈ ചെയ്യാവുള്ളൂ എന്ന ഒരു അഡ്വൈസാണ് ഒരു ഇമിഗ്രൻ്റ് എന്ന രീതിയിൽ എനിക്കും പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. നാട്ടരങ്ങ് എന്ന സെഗ്മെന്റിൽ അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ ബ്രാംപ്ടണിലുള്ള ഗുരുവായൂരപ്പൻ ടെമ്പിൾ, അവിടുത്തെ പ്രതിഷ്ഠയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ജൂലൈ 6 മുതൽ അടുത്തൊരു 5 ദിവസത്തേക്ക് ധാരാളം വ്യത്യസ്തമായ പൂജകളും അതോടെ തന്നെ പല കലാപരിപാടികളും ഒക്കെ നടത്തുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി വളരെ വിശിഷ്ടമായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഒത്തിരിയധികം ആളുകൾ എത്തുകയും ഇവിടുത്തെ വളരെ പ്രമുഖരായിട്ടുള്ളവർ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദ വിവരങ്ങളൊക്കെ നമുക്കറിയാം അതിന്റെ ഭാരവാഹികളിൽ നിന്ന് അടുത്തതായി. ദർശനന്നോ ദിദൃക്ഷൂണാൻ ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാഞ്ജനം. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഞാനാണ് എന്ന് സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ്. അങ്ങനെ ലോകം മുഴുവൻ ഞാനാണെന്ന് സങ്കല്പിക്കാത്ത ഒരാൾക്ക് നിഗ്രഹത്തിനും അനുഗ്രഹത്തിനും വഴിയുണ്ടാവില്ല. അപ്പോൾ ഭഗവാന് ഏറ്റവും ബന്ധമുള്ളവരാണ് ഈ ലോകം മുഴുവൻ. അതിൽ പെട്ടത് അവരാണ് നമ്മൾ. ഭഗവാനോട് കുറേ അടുത്ത് നിൽക്കണം. നമ്മൾ കൂടുതൽ ബന്ധം ഉള്ളവരാണ്. അപ്പോൾ അമ്പലത്തിനെ ബാധിക്കണത് ഭക്തന്മാരെയും ബാധിക്കും. അപ്പോൾ അമ്പലത്തിൽ ഉണ്ടാവുന്ന 5 കൊല്ലമായി പ്രതിഷ്ഠ കഴിഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ പല ദോഷങ്ങളും സംഭവിക്കാം. അങ്ങനെ വരുന്ന ദോഷങ്ങളൊക്കെ ഒഴിവാക്കണം. അത് ഒഴിവാക്കില്ല വെച്ചാൽ നമ്മൾക്കും ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കലാണ് പ്രധാനമായിട്ട് ഈ ദ്രവ്യകലശം പ്രതിഷ്ഠയോട് അനുബന്ധിച്ച് നടത്തുന്ന ദ്രവ്യകലശത്തിൻ്റെ പ്രധാന ഉദ്ദേശം അതാണ്. ശ്രീകോവിലും ബിംബവും ശുദ്ധി വരുത്തണ ക്രിയയാണ് ആദ്യം ചെയ്യുക. അതിൻ്റെ മുമ്പേ ആയിട്ട് ആചാര്യനെ വരിക്കും. അതായത് ഈ ക്രിയയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആചാര്യനെ അധികാരപ്പെടുത്തും. പിന്നെ അങ്കുരാർപ്പണം എന്ന് പറഞ്ഞിട്ട് മുളയിടുക, കുറേ വിത്തുകൾ മുളപ്പിക്കുക. അത് അമൃതസ്വരൂപമായിട്ടുള്ള വിത്തുകളെയാണ് മുളപ്പിക്കുക. അത് പിന്നെ ഭഗവാന്റെ കലശം അധിവസിക്കുക എന്ന് പറഞ്ഞൊരു ക്രിയ ഉണ്ട് അവസാനം. ആ സമയത്ത് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ പ്രതിഷ്ഠ ഈ തുടങ്ങിയിട്ട് പിറ്റേ ദിവസം, അതായത് 7-ാം തീയതി ബിംബശുദ്ധി, പിന്നെ ഒന്ന് പ്രായശ്ചിത്തം എന്നുള്ളൊരു ഹോമം. ഇപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്യുകയാണെന്ന് വയ്ക്കുക. ആ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് 2 ഭാഗമുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അശുദ്ധമായിട്ടുള്ള വസ്തു മേത്തായി എന്ന് വയ്ക്കുക. അപ്പോൾ കുളിച്ചാൽ അതിൻ്റെ ആ അശുദ്ധി ഒരു വിധത്തിൽ പോകും. പക്ഷേ വളരെ മോശമായിട്ടുള്ളൊരു വസ്തു
ദേഹത്തിന് വീണു എന്ന് വെച്ചാൽ വളരെ അധികം സോപ്പിട്ട് കഴുകിയാലും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വിഷമം മനസ്സിൽ നിന്ന് പോവില്ല. അത് രണ്ട് വിധത്തിലാണ് ഒഴിവായി പോവുക. ഒന്ന് കാലം കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഉയർന്ന ചിന്ത കൊണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ശാന്തി ഹോമങ്ങൾ. അത് 3, 4 ദിവസങ്ങളിലാണ് ഈ ശാന്തി ഹോമം. പിന്നെ ശ്വശാന്തി എന്ന് തോന്നുന്നത്, അത് നമ്മൾ മൃഗങ്ങളെ മൃഗങ്ങൾ നമ്മളെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഒരു ദോഷം ഒഴിവാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചോരശാന്തി ഹോമം, അമ്പലത്തിൽ കള്ളം കിടക്കുക, അങ്ങനെയുള്ള ദോഷങ്ങൾക്കുള്ള പരിഹാരമാണത്. അത് നമ്മളെ എങ്ങനെ ബാധിക്കുകയെന്ന് വെച്ചാൽ, നമ്മളുടെ അടുത്ത് നിന്ന് വല്ലതും കട്ടെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കട്ടെടുക്കുക, എന്തെങ്കിലും ചെയ്താൽ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. അത് ഒരു പാപം ആയിട്ട് തീരും. അങ്ങനെയുള്ളത് ഒഴിവായി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചോരശാന്തി എന്നുള്ളത്. അപ്പോൾ അത് ആ ശാന്തിയും അത്ഭുതശാന്തിയും 3-ാമത്തെ ദിവസവും, നായശാന്തിയും അതായത് ശ്വശാന്തിയും ചോരശാന്തിയും ഈ 4-ാമത്തെ ദിവസവും. പിന്നെ 5-ാമത്തെ ദിവസം തത്വഹോമം എന്ന് പറഞ്ഞിട്ടൊരു ഹോമമാണ്. നമ്മുടെ ദേഹത്തൊക്കെ നമ്മളെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് 24 തത്വങ്ങളെ കൊണ്ടാണെന്നാണ് പറയാം. പ്രകൃതി, അഹങ്കാരം, പ്രകൃതി, ബുദ്ധി, അഹങ്കാരം, പിന്നെ 5 തന്മാത്രകൾ, നാവിനും ചെവിക്കും ഒക്കെ സ്വീകരിക്കാവുന്നതാണ് ഈ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ തന്മാത്രകൾ. അങ്ങനെ 5 പിന്നെ ഇന്ദ്രിയങ്ങൾ. അന്ന് തന്നെ രാവിലെ കലശം പൂജിക്കും. ഈ ദ്രവ്യകലശം എന്നാണ് പറയുക. അത് 25 ഭാഗം ആയിട്ടാണ് ആ കലശം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രതിഷ്ഠാ ദിവസമാണ്. അതായത് 11-ാം തീയതി പ്രതിഷ്ഠാ ദിവസമാണ്, 6-ാമത്തെ ദിവസം. അന്ന് ഈ പരികലശങ്ങൾ, അതായത് നെയ്യ്, തേന മുതലായതൊക്കെ ആടി അഭിഷേകം ചെയ്ത്, പിന്നെ ബ്രഹ്മകലശം അഭിഷേകം ചെയ്യും. ആ കലശങ്ങളുടെയൊക്കെ ഒരു ഭാഗം ഈ പരിവാരങ്ങൾക്ക് ഒക്കെ പ്രോക്ഷണം ചെയ്ത് അവർക്ക് ശ്രീഭൂതബലിയും ചെയ്ത് ഞങ്ങൾ ഈ അമ്പലം ഈ 2019 ഒഫീഷ്യലായിട്ട് ഓപ്പണിംഗ് സെറിമണി ഉണ്ടായിരുന്നു. അത് വളരെ ഗംഭീരമായിട്ട് നടന്നു. നാട്ടിൽ നിന്ന് പ്രീസ്റ്റ്സ് വന്നു, പിന്നെ പെർക്കഷനിസ്റ്റും വന്നു. അപ്പോൾ നന്നായിട്ട് നടന്നു. ഒരു നല്ല ക്രൗഡും അസലായിട്ട് റെസ്പോൺസ് ഉണ്ടായിരുന്നു നമ്മുടെ ഡിവോട്ടീസിൽ നിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നും. പിന്നെ അതേ സമയത്ത് കുറേ ആർട്ടിസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ടല്ലോ, മ്യൂസിക്കും സിംഗിങ്ങും കർണാട്ടിക് മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2019 അങ്ങനെ നടന്നു. പിന്നെ കോവിഡ് വന്നപ്പോൾ 2020 കോവിഡ് വന്നപ്പോൾ നമ്മുടെ പ്രതിഷ്ഠ അത്ര കേമമായിട്ട് നടന്നില്ല. ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് 2024 അതേമാതിരി നമ്മൾ നടത്താൻ പോകുന്നത്. ഈ പ്രാവശ്യവും നാട്ടിൽ നിന്ന് വരുന്നുണ്ട് പ്രീസ്റ്റ്സ്, പിന്നെ പെർക്കഷനിസ്റ്റും. അപ്പോൾ എല്ലാവരും വരണം. ആൻഡ് വി വെൽക്കം ഓൾ ഓഫ് യു ടു കം ടു ദിസ് പ്രോഗ്രാം. അമ്പലത്തിന് നമ്മൾ 2019 തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് വളരെ വലിയൊരു ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കാനഡയിൽ മാത്രമല്ല, നോർത്ത് അമേരിക്കയിലെ എല്ലാ സ്ഥലത്തും ഇന്ന് ധാരാളമായിട്ട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കാലിഫോർണിയയിൽ നിന്ന്, അല്ലെങ്കിൽ ഡയാലസിൽ നിന്ന്, അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇക്കൊല്ലത്തെ വിഷുവിന് ഓൾമോസ്റ്റ് 4000 കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിരുന്നു. അത്രയും ആൾക്കാർക്ക് വിഷു കൈനീട്ടം കൊടുക്കാനും പറ്റിയിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ന്യൂ ഇയറിന്, ഇപ്പോൾ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നമ്മൾ ഉത്സവം ഫുൾ സ്കെയിലിൽ നടത്തിയിരുന്നില്ല, എങ്കിൽ തന്നെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. ഇക്കൊല്ലം നമ്മൾ പ്രതിഷ്ഠാദിന അന്ന് 19 ചെയ്തതിനും ഗംഭീരമായിട്ട്, പിന്നെ അതിൻ്റെ കൂടെ കുറേ പ്രത്യേക പൂജകളും തിരുമേനി ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടി ഒരു 6-ാം തീയതി തുടങ്ങി 18-ാം തീയതി വരെ 2 ആഴ്ചയോളം ഏകദേശം വിശദമായിട്ടാണ് ഇക്കൊല്ലം ചെയ്യുന്നത്.
നമുക്ക് ഇപ്രാവശ്യം ഉത്സവത്തിനോട് നമുക്ക് വളരെയധികം സ്പോൺസേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഉത്സവത്തിന് സ്പെഷ്യലായിട്ട് സൊവനീർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സൊവനീറിലേക്ക് നമുക്ക് ഒരുപാട് ഇവിടുത്തെ വെൽ വിഷേഴ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ എല്ലാ ദിവസവും ഉത്സവ കാലയളവിൽ എല്ലാ ദിവസവും 3 നേരവും അന്നദാനമുണ്ട്, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. അപ്പോൾ അതുകൂടാതെ 7th, 11th and 14th നമുക്ക് സദ്യയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയും നമ്മുടെ വെൽവിഷേഴ്സിൻ്റെ സഹായം കൊണ്ടിട്ടാണ്. ഇനിയും ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ അന്നദാനത്തിന് താല്പര്യമുള്ളവർക്ക് അമ്പലത്തിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അത് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വോളണ്ടിയറിങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും ആർക്കെങ്കിലും ഉത്സവത്തിന് വോളണ്ടിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് അവർ രജിസ്ട്രേഷൻസൊക്കെ അവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഉത്സവം ആവുമ്പം എപ്പോഴും നമുക്കൊരു കൾച്ചറൽ ഇവൻറ്റ്സ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഉത്സവത്തിൻ്റെ ഒരു ഓളം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമുക്കിവിടെ 300 ഓൾമോസ്റ്റ് 300 പാർട്ടിസിപ്പൻസിൻ്റെ പ്രോഗ്രാംസ് ഇവിടെ ഈ ഉത്സവ കാലയളവിൽ, അതായത് ജൂലൈ 6 മുതൽ 18 നമുക്ക് പല സമയത്തായിട്ട് ഇവിടെ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. നമുക്ക് നല്ലോണം റെസ്പോൺസ് കിട്ടിയിരുന്നു. നമ്മളിപ്പോൾ അത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമ്മളത് പ്രോഗ്രാംസ് ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഷട്ടിൽ സർവീസ്, നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, പാർക്കിംഗ് ലിമിറ്റേഷനുണ്ട്. നമുക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുള്ള ആൻറ്റിസിപ്പേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിനടുത്തുള്ള 2 സ്കൂള് നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമ്മൾ വെബ്സൈറ്റിൽ ഇടുന്നതാണ്. അതുമാത്രമല്ല, ഈ പാർക്കിങ്ങിൽ നിന്ന് നമുക്ക് അമ്പലത്തിലേക്ക് ഷട്ടിൽ സർവീസ് റെഗുലർ ഇൻ്റർവെൽസിൽ നമുക്ക് ഷട്ടിൽ സർവീസുണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾക്ക് പാർക്കിംഗ് സ്കൂളിൽ പാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് അമ്പലം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഷട്ടിൽ സർവീസിൽ നമുക്ക് അമ്പലത്തിൽ വന്ന് തൊഴുത് തിരിച്ച് അതായത് പാർക്കിംഗ് ആ ഷെഡ്യൂൾ അനുസരിച്ച് തിരിച്ച് അവരവരുടെ പാർക്കിംഗ് സ്ലോട്ടിൽ പോയി വണ്ടികൾ എടുക്കാവുന്നതാണ്. ഇത്രയും അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്. 2019 അമ്പലത്തിൽ മഹാപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം 5 വർഷത്തിന് ശേഷം ഇപ്പോൾ എല്ലാ വർഷവും സാധാരണ നമ്മൾ പ്രതിഷ്ഠാദിനം മാത്രമാണ് ആഘോഷിക്കാറുള്ളൂ. ഇത്തവണ പ്രതിഷ്ഠാദിനം മാത്രമല്ല, ദ്രവ്യകലശം വലിയ ഉത്സവമായിട്ട്, കൊടിയേറ്റ ഉത്സവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മളെ മലയാളികൾക്ക് പ്രത്യേകിച്ച് അന്യനാട്ടിൽ വന്നിട്ട് ഇത്രയും വലിയൊരു സംരംഭത്തിൽ പങ്കെടുക്കാനും ഇതിനൊക്കെ അവസരം കിട്ടുക എന്നുള്ളതിന് വളരെ ഭാഗ്യമാണ്. അപ്പോൾ എല്ലാവരും ഈ 6 മുതൽ ജൂലൈ 6 മുതൽ 18 വരെയുള്ള ദ്രവ്യകലശത്തിലും ഉത്സവത്തിലും പങ്കെടുക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.